എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് ഡിസ്ക് ബൾജ് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഒറ്റ ഉത്തരവേ ഉള്ളൂ, നമ്മൾ റെഗുലറായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക. ഒരു IT പ്രൊഫഷൻ ആണെങ്കിലും കൂടുതൽ നേരം ഇരിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വ്യായാമം കുറവുള്ള ആൾക്കാരാണെങ്കിലും പ്രത്യേകമായി നമ്മുടെ സ്പൈനിന് ചുറ്റുമുള്ള മസിൽസ്, അതായത് സ്പൈൻ ബാക്ക് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് നമ്മൾ ചെയ്യണം. നട്ടലിന് ചുറ്റുമുള്ള മസിൽസ് സ്ട്രെങ്തൻ ആവും തോറും നമുക്ക് ഡിസ്ക് ബൾജും നടുവേദനയും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത വളരെ കുറയും. ഇപ്പോൾ എന്ത് എക്സസൈസ് ആണ് ചെയ്യുക? ഒന്നുകിൽ നിങ്ങൾ ഒരു സർട്ടിഫൈഡായ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ ചെന്നിട്ട് അവരുടെ അഡ്വൈസ് പ്രകാരം ഉള്ള ഫിസിയോതെറാപ്പി ചെയ്ത് നിങ്ങൾ സ്പൈൻ ബാക്ക് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജിമ്മിൽ ഒരു സർട്ടിഫൈഡായ ജിം ട്രെയിനറിൻ്റെ സഹായത്തോടു കൂടി സ്പൈൻ ബാക്ക് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നമ്പർ 1 എക്സസൈസ് സ്ക്വാട്ടിങ്. ഫ്രീ ആയിട്ട് സ്ക്വാട്ട് ചെയ്താലും കുഴപ്പമില്ല, ഒരു ഡംബൽ വെച്ച് സ്ക്വാട്ട് ചെയ്താലും കുഴപ്പമില്ല, ഒരു ബാർ വെച്ച് ഡീപ്പ് സ്ക്വാട്ട് ചെയ്താലും കുഴപ്പമില്ല. എല്ലാം കറക്റ്റ് ഫോമിലും കറക്റ്റ് പോസ്റ്ററിലും ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ചെയ്താൽ നമ്മുടെ ബാക്കിലെ സ്പൈൻ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് നല്ലതായിരിക്കും. കൂടാതെ വേറെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ലെഗ് പ്രസ് ഈസ് എ ഗുഡ് എക്സസൈസ്, ഡെഡ് ലിഫ്റ്റ് ഈസ് എ ഗുഡ് എക്സസൈസ്, പുള്ളപ്പ് പുഷപ്സ്, ഇങ്ങനത്തെ കോമ്പൗണ്ട് എക്സസൈസ്, അതായത് മോർ ദാൻ 1 മസിൽ ഗ്രൂപ്പിന് സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന എക്സസൈസ് ചെയ്താൽ നിങ്ങളുടെ ബാക്ക് കോർ സ്ട്രെങ്തനിങ് വളരെ നല്ല രീതിയിൽ നടക്കും.